കാട്ടുതീ തടയാനെന്ന പേരിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തീയിട്ടതിനെ തുടർന്ന് ജന്മനാ ബിദിരിയും മൂകയുമായ വീട്ടമ്മയുടെ പട്ടയ സ്ഥലത്തെ കൃഷികൾ കത്തിനശിച്ചു. വാഴത്തോപ്പ് പഞ്ചായത്തിൽ മുളകുവള്ളിയിലാണ് സംഭവം. തീ കെടുത്താൻ ശ്രമിച്ച സഹോദരൻ ജിഫിന് പൊള്ളലുമേറ്റു. നഗരംപാല റേഞ്ച് ഓഫീസിന്റെ കീഴിൽ വരുന്ന വാഴത്തോപ്പ് പഞ്ചായത്തിലെ മുളകുവള്ളിയിലാണ് വീട്ടമ്മയുടെ 1/2 ഏക്കറോളം വരുന്ന ഭൂമി കത്തിനശിച്ചത്. മുളകുവള്ളി കല്ലറക്കൽ മേരി ജോണിന്റെ 1/2 ഏക്കർ പട്ടയ ഭൂമിയിലാണ് തീ കയറിയത്. കാട്ടുതീ വ്യാപിക്കാതിരിക്കാനെന്ന് പറഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീയിട്ടതിനെ തുടർന്നാണ് ഇവരുടെ കൃഷിഭൂമി കത്തിനശിച്ചത്. 1/2 ഏക്കർ സ്ഥലത്തെ കുരുമുളക്, കശുമാവ്, കാപ്പി, വാഴ, മലയിഞ്ചി എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത്. പുരയിടത്തോടൊപ്പം വീടിന്റെ പിൻഭാഗത്തും തീ പടർന്നു. തീ കെടുത്താൻ ശ്രമിക്കുന്നതിനിടെ മേരി ജോണിന്റെ സഹോദരൻ ജിഫിന് പൊള്ളലേറ്റു. 2021 വനംവകുപ്പ് ഇത്തരത്തിൽ തീയിട്ടതിനെ തുടർന്ന് സ്ഥലത്ത് കൃഷിനാശം സംഭവിച്ചതായി ജിഫിൻ പറയുന്നു. രാത്രി 11:30-12 മണിയായപ്പോഴാണ് ഞങ്ങൾ ഓടി വന്ന് നാട്ടുകാരും കൂടി സഹകരിച്ച് തീ കെടുത്തി ഒരു 1.5 ലക്ഷം രൂപയുടെ നഷ്ടം എനിക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പെങ്ങളാണ് 100% വികലാംഗ. വീട് കത്തിപ്പോകാണ്ടിരുന്നത് ഭാഗ്യം കൊണ്ടാണ്. വീടിൻ്റെ ചേർന്ന് തീ കത്തി. വീട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് വീട് കത്താണ്ടിരുന്നത്. എല്ലാവരും വീടും കത്തിപ്പോയേനെ. അന്ന് വനംവകുപ്പിന് പരാതി നൽകിയെങ്കിലും യാതൊരു നഷ്ടപരിഹാരവും ലഭിച്ചില്ല. വനംവകുപ്പിന്റെ ക്രൂരത മൂലം ഈ കുടുംബത്തിനാകെയുള്ള 50 സെന്റ് സ്ഥലവും കാർഷിക വിളകളും നഷ്ടമായി. വനാതിർത്തികളിൽ ഫയർലൈൻ തെളിയിക്കുന്നത് പതിവാണെങ്കിലും ഇത്തവണ പലയിടത്തും ഇത്തരം നടപടികൾ ഉണ്ടായില്ല. ഫയർലൈൻ തെളിയിക്കേണ്ടതിന് പകരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ തീയിട്ടതാണ് മേരി ജോണിന്റെ പുരയിടം കത്തിനശിക്കാനിടയായത്. ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ നാട്ടിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും മേരി ജോൺ പരാതിയും നൽകി.